നമസ്കാരം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്നായിരിക്കും. കാരണം തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലുമായി 30,000-ലേറെ യൂണിറ്റുകളാണ് വിജയ് മക്കൾ ഇയക്കത്തിനായുള്ളത്. അതുകൊണ്ട് തന്നെ ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന തരത്തിൽ കുറെ കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രഖ്യാപനം നടത്താനൊരുങ്ങിയിരിക്കുകയാണ് നടൻ വിജയ്. ആരാധന സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കം നേതൃയോഗം തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യോഗത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച് ചർച്ച നടന്നെന്നാണ് ലഭ്യമാകുന്ന വിവരം. പാർട്ടി രൂപീവൽക്കരണ ചർച്ചകൾ തമിഴ്നാട്ടിനെ കൂടാതെ പുതുച്ചേരി, കേരളം, ആന്ധ്ര, കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടന നേതാക്കളുമുണ്ട്. വിജയ് മക്കൾ ഇയക്കത്തിന് നിലവിൽ തമിഴ്നാട്ടിൽ താലൂക്ക് തലങ്ങളിൽ വരെ യൂണിറ്റുകളുണ്ട്. IT, അഭിഭാഷക, മെഡിക്കൽ രംഗങ്ങളിൽ പോഷക സംഘടനകളുമുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായും പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയുടെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയാണ് NR കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു. വിരമിച്ച പോലീസ്, IAS ഉദ്യോഗസ്ഥർ, മുതിർന്ന MLAമാർ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ എന്നിവരോട് വിജയ് ഉപദേശം നേടിയതായും റിപ്പോർട്ടുണ്ട്. അതേസമയം വിജയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം ലിയോയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് സൂചന നടൻ നൽകിയിരുന്നു. അതേസമയം വിജയ് മക്കൾ ഇയക്കത്തിന് ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി വരികയാണ്. സമൂഹത്തിലെ ദുരിതം പേറുന്നവർക്ക് കൈത്താങ്ങാകുന്ന വീഡിയോകളും ചിത്രങ്ങളും ഫാൻസ് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാറുണ്ട്. ഇതുകൂടാതെ വിജയ് ഉടനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് സുഹൃത്തും നടനും സംവിധായകനുമായ അർജുൻ സർജയെ പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു. പ്രതികരിക്കേണ്ട സമയങ്ങളിലെല്ലാം വിജയ് പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നായിരുന്നു അർജുൻ സർജെ അന്ന് പറഞ്ഞത്. ജനത്തിനായി നന്മ ചെയ്യണമെന്ന ആഗ്രഹവും അതിനുള്ള മനസ്സുമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അത്യാവശ്യമെന്നും വിജയ്ക്ക് അതുണ്ടെന്നും അർജുൻ സർജെ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ നടൻ വിജയ് ഉടൻ തന്നെ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.